ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിൽ പാകിസ്ഥാനിലും പ്രതിഷേധം രൂക്ഷമാവുകയാണ്. കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് പ്രതിഷേധക്കാർ തീയിട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ബാരിക്കേഡ് തകർത്ത് പ്രതിഷേധക്കാർ കോൺസുലേറ്റ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ചതായും വലിയ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കറാച്ചി സിവിൽ ആശുപത്രിയിലേക്ക് 6 മൃതദേഹങ്ങൾ എത്തിയെന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കറാച്ചിയിലെ മിയാക്കലോച്ചി റോഡിലാണ് US കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് സിന്ധ് ആഭ്യന്തരമന്ത്രി സിയാവുൾ ഹസൻ വ്യക്തമാക്കി. ഖമനേയിയുടെ വധത്തിൽ ഇന്ത്യക്കകത്തും പ്രതിഷേധ മാർച്ചുകൾ നടന്നു. സംയമനം പാലിക്കണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു. അതേസമയം ഡൽഹിയിലെ ഇറാൻ എംബസി ഖമേനിയുടെ മരണത്തിൽ അനുശോചിച്ച് പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഇറാഖിലും ഇറാന്റെ ആക്രമണമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വടക്കൻ ഇറാഖിലെ ഇർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോൺ തകർന്നു വീണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. US നേതൃത്വത്തിലുള്ള സഖ്യസേന ഇവിടെ തമ്പടിക്കുന്നുണ്ട്. ഇവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഡ്രോൺ പതിച്ച സ്ഥലത്തു നിന്ന് വലിയ രീതിയിൽ പുകയുയരുന്നതായും ദൃശ്യങ്ങൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദം കേട്ടെന്നും പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. ഇറാഖിലെ ഖുർഷിദ് മേഖലയിലുള്ള എർബിൻ വിമാനത്താവളം 2 തവണ ലക്ഷ്യം വെച്ചതായി അൽ ജസീറ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ തടുക്കുകയായിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം ഇറാൻ തുടരുകയാണ്. 1 മണിക്കൂറിനിടെ ദുബായിൽ 3 വലിയ സ്ഫോടനങ്ങളും ഉണ്ടായി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ 11 സ്ഫോടനങ്ങൾ നടന്നുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലേക്ക് 65 മിസൈലുകളും 12 ഡ്രോണുകളും ഇറാൻ വർഷിച്ചു. ഖത്തറിൽ വിവിധ ആക്രമണങ്ങളിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിലും സൈറൺ മുഴങ്ങി. ബഹ്റൈനിലും സമാന സാഹചര്യമായിരുന്നു. രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഖത്തർ. ജനങ്ങളോട് താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ പുറത്തിറങ്ങരുത് എന്നും അധികൃതർ നിർദ്ദേശിച്ചു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ മുന്നറിയിപ്പുമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി രംഗത്തെത്തിയിരുന്നു. അമേരിക്കക്കാർ ഇറാനിയൻ ജനതയുടെ ഹൃദയത്തിലാണ് കുത്തിയത്. പകരം ഞങ്ങൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഖമേനിയുടെ വലതു കൈയും ഇറാന്റെ നിർണായക നയതന്ത്രജ്ഞനുമായ ലാരിജാനിയുടെ ഈ പ്രസ്താവന മേഖലയിൽ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെയുള്ള സൈനിക നടപടി ഇതിലും ശക്തമായി തുടരും. അടിച്ചു ഓടിപ്പോകാൻ ഇത് സിനിമയല്ലെന്ന് അവർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖമേനിയുടെ അഭാവത്തിൽ രാജ്യം ഭരിക്കാൻ പ്രസിഡന്റും ജുഡീഷ്യറി തലവനും ഉൾപ്പെടുന്ന ഒരു താൽക്കാലിക നേതൃത്വ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി യുദ്ധത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നത് തുടരും. അമേരിക്കൻ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ലെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് തെളിയിച്ചു കൊടുക്കുമെന്ന് ലാരിജാനി കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാന്റെ സൈന്യം ഇതിനകം തന്നെ മിസൈൽ പ്രയോഗം ആരംഭിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ US കപ്പലുകൾക്ക് നേരെയും കുവൈറ്റിലെയും ഖത്തറിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ ലാരിജാനിയുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനത്തോടെ പശ്ചിമേഷ്യയിൽ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ച മട്ടാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഖമേനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നാടുകടത്തപ്പെട്ട കിരീടാവകാശി ഷാ മുഹമ്മദ് റിസ പഹ്ലവി രംഗത്തെത്തി. ഈ കാലത്തെ ഏറ്റവും ഭയാനകനായ ഏകാധിപതിയും ഇറാനിലെ ധീരരായ പുത്രന്മാരെയും പുത്രിമാരെയും കൊന്നയാളുമാണ് ഖമേനി എന്ന പഹ്ലവി എക്സിൽ കുറിച്ചു. ഇറാന്റെ സ്ഥിരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന അവസരമാണിതെന്നും ജാഗ്രതയോടെ സജ്ജരായി ഇരിക്കണമെന്നുമാണ് പഹ്ലവി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.